മലപ്പുറത്തിന്റെ മലയോര മേഖല ക്രിസ്മസിന്റെ ആഘോഷത്തിലാണ്. വിദേശത്തുള്ള മക്കൾ ക്രിസ്മസിന് വീട്ടിലേക്ക് എത്തുമെന്ന് പ്രതീക്ഷിച്ച് ഒരുപാട് വീടുകൾ അവരെ കാത്തിരിപ്പുണ്ട്. കാരൽ സംഘത്തിന്റെ ആഘോഷത്തിൽ ചെറിയ വിഷമങ്ങളെല്ലാം മറന്നവരും സന്തോഷിക്കുകയാണ്. മൂത്തേടത്തെ കാരൽ ഇങ്ങനെ ഗംഭീരമായി പൊടി പൊടിക്കുകയാണ്. ഒരുപാട് പേരാണ് ഈ ആഘോഷത്തെ വരവേൽക്കാൻ കാത്തിരിക്കുന്നത്. കാരണം ഈ വിദേശത്തുള്ള മക്കൾ ഇപ്രാവശ്യത്തെ ക്രിസ്മസിനെങ്കിലും നാട്ടിലേക്ക് എത്തുമെന്ന് പ്രതീക്ഷിച്ച നിരവധി മനസ്സുകൾ ഈ മേഖലയിലൊക്കെ ഉണ്ട്. അവർക്കൊക്കെ വലിയ ഒരു സന്തോഷം നൽകുന്നത് ഇതാ ഈ കാണുന്ന ആഘോഷം തന്നെയാണ്. മലപ്പുറത്തിന്റെ നക്ഷത്രത്തിളക്കം നിലമ്പൂർ മലയോരത്ത് കാണാം. പഴയ ക്രിസ്മസ് ആഘോഷത്തിന്റെ ആവേശമെല്ലാം ഇപ്പോഴും അമ്മാമ്മയുടെ വാക്കുകളിലുണ്ട്. അമ്മമ്മ, ഈ പണ്ടത്തെ ക്രിസ്മസും ഇപ്പോഴത്തെയും തമ്മിലുള്ള ഒരു വ്യത്യാസം എന്നാണ്? ഇപ്പോഴത്തെ കുറച്ചുകൂടെ അടിപൊളിയല്ലേ? എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. പണ്ടൊക്കെ നമ്മൾ രാത്രി പള്ളിയിൽ പോയി ലൈറ്റും ഇല്ല വെട്ടവും ഇല്ല ചൂണ്ടും കത്തിച്ച് പാതിര കുർബാനയ്ക്കൊക്കെ പോകും. അതൊരു പ്രത്യേക സംഭവമായിരുന്നു. ഇപ്പം അങ്ങനെയല്ല, എവിടെ നോക്കിയാലും നല്ല ലൈറ്റും ബഹളും ആഹ്ലാദം കൊട്ടും പാട്ടും ഒക്കെ ആയിട്ട് അങ്ങനെ. വലുതായപ്പോൾ മക്കൾ പല ദേശങ്ങളിലേക്ക് ചേക്കേറി. ഓരോ ക്രിസ്മസിനും അവരെ പ്രതീക്ഷിക്കും വീട്ടകങ്ങൾ. മിന്നിത്തിളങ്ങുന്ന നക്ഷത്രങ്ങളും ഒരുക്കിവെച്ച പുൽക്കൂടും സാക്ഷിയാകും. ക്രിസ്മസ് എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷത്തിൻ്റെ ഒരു ആഹ്ലാദത്തിൻ്റെ നിമിഷങ്ങളാണ്. മക്കൾ വിദേശത്തായതുകൊണ്ട് അവർ കടന്നു വരാത്തതുകൊണ്ട് ഈ ക്രിസ്മസ് ആഘോഷങ്ങളിലെ പകിട്ടുകൾ നമ്മുടെ പുറമേ ഉള്ള മോടികൾ മാത്രമേ ഉള്ളൂ. ഉള്ളിൽ തീർച്ചയായിട്ടും ഒരു വേദനയും ഒരു തേങ്ങലും ഒക്കെയാണ്. മക്കള് ഇളയ മോനും എൻ്റെ ഭാര്യയും എൻ്റെ കാനഡയിലാണ്. അവനിക്കൊരു വരണം വിചാരിച്ചിരുന്നതാണ്. എൻ്റെ കുട്ടിക്ക് സുഖമില്ലെന്ന് പറഞ്ഞുകൊണ്ട് ഒരു വരാത്തതാണ്, അപ്രതീക്ഷയായിട്ട് വരാത്തതാണ്. പിന്നെ വേറെ ചില കാരണങ്ങളാൽ ഇക്കുറി കഴിഞ്ഞ വർഷത്തെ മാതിരി അത്ര ഒരു മാറ്റില്ല ഇപ്പം നമുക്ക്. തിരുപ്പിറവി പകരുന്ന സ്നേഹം ചുങ്കത്തറയിലും എടക്കരയിലും മൂത്തേടത്തുമെല്ലാം കാണാം. പുൽക്കൂടുകൾ നിറഞ്ഞ ഭവനങ്ങൾ, വർണ്ണം വിതറിയ രാവുകൾ, കൊട്ടിപ്പാടുന്ന കാരൽ സംഘം. കേരള സംഘത്തിനൊപ്പം ഇങ്ങനെ സഞ്ചരിക്കുമ്പോഴാണ് ഇതാ ഈ ഫാത്തിമ കോളേജിൽ ഒരുക്കിയിട്ടുള്ള ഒരു അടിപൊളി പുൽക്കൂട് കണ്ടത്. ഇതിന്റെ ഒരു പ്രത്യേകത പൂർണ്ണമായിട്ടും പാഴ്വസ്തുക്കൾ കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു പുൽക്കൂടാണ്. ഒപ്പം തന്നെ ഒരു 30 അടി ഉയരമുള്ള വലിയൊരു സാന്താക്ലോസും ഉണ്ട്. ഇവരൊക്കെയാണ് ഇതിന്റെ പിറകിലുള്ളതല്ലേ? അപ്പൊ എന്താണ് ഈ പാഴ്വസ്തുക്കൾ എന്ന് പറയുമ്പോൾ? അപ്പോൾ ഒട്ടും തന്നെ ഒരു പൈസയും ചെലവില്ല അല്ലേ? ഇല്ല. ഇവിടെ കോളേജിൽ തന്നെ ഉള്ള പഴയ ഇവിടെ ഉപേക്ഷിച്ച സാധനങ്ങളും അങ്ങനത്തെ ഇതൊക്കെ വെച്ചിട്ട് ചെയ്തതാണ്. നമ്മുടെ അച്ഛന്മാരുടെ നിർദ്ദേശപ്രകാരം അങ്ങനെ എക്കോ ഫ്രണ്ട്ലി ആയിട്ട് ഒന്ന് ചെയ്യണമെന്നുള്ള പറഞ്ഞ് അതിന്റെ നിർദ്ദേശപ്രകാരം അങ്ങനെ ചെയ്തതാണ്. മഞ്ഞിൽ മയങ്ങുന്ന രാവിനെ ഉണർത്തുന്നത് സമ്മാനങ്ങളുമായി വരുന്ന സാന്താക്ലോസ് ആണ്. മൃഗശല്യത്തിലടക്കം നീറുന്നുണ്ട് ഇവിടുത്തെ ജനങ്ങളുടെ മനസ്സ്. മണ്ണിനോടും മൃഗങ്ങളോടും പൊരുതുന്ന മനുഷ്യരുടെ വിഷമങ്ങളെ ഈ ഡിസംബർ മായ്ച്ചു കളയുന്നു. ഉണ്ണിയേശുവിന്റെ വരവ് പുഞ്ചിരിയുടെ പാട്ടും നൃത്തവുമായി കൊണ്ടാടാം. ഞങ്ങളിങ്ങനെ അടുത്ത വീട്ടിലേക്ക് പോവുകയാണ്. ലോകം ഇങ്ങനെ ഇതാ ക്രിസ്മസ് ആഘോഷിക്കുകയാണ്. എടക്കരയും മൂത്തേടവും എല്ലാം അതിന്റെ ഭാഗമാകുന്നു. ചെറിയ വിഷമങ്ങളും പ്രതിസന്ധികളും എല്ലാം പ്രത്യാശയിലേക്ക് വഴിമാറട്ടെ, വെളിച്ചം നയിക്കട്ടെ. എടക്കരയിൽ നിന്ന് അർഷക്കിനൊപ്പം വിപിൻ സി വിജയൻ, 24.